بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ എടുക്കുന്നത് അൽ കഹ്ഫ് സൂറത്താണ്. മുപ്പത്തെട്ട് വീഡിയോകൾ മുമ്പ് എടുത്തിട്ടുണ്ട്. അതിൽ സൂറത്ത് യാസീൻ, സൂറത്ത് യൂസുഫ്, കൂടാതെ ഫിഖഹിയായ കുറച്ച് മസലകൾ എന്ന ഏതൊക്കെയാണ് 38 വീഡിയോകളിലുമായി നമ്മൾ എടുത്തിട്ടുള്ളത്. അൽ കഹ്ഫ് സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം ഖുറൈശികള് നദർ ഇബ്നു ഹാരിസിനെയും മുഹ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്തിനെയും മദീനയിലേക്ക് അയക്കുകയാണ്. അവിടെ ജൂത പുരോഹിതന്മാരുമായി കണ്ട് സംസാരിക്കാൻ വേണ്ടി. ജൂത പുരോഹിതന്മാര് ആദ്യത്തെ അയൽ കിതാബികളാണ്. അവർക്ക് നമ്മുടേതില്ലാത്ത പല കാര്യങ്ങളും അവർക്കറിയാം. അവർക്ക് ലഭിച്ച കിതാബ് തൗറാത്ത് മുഖേന പല കാര്യങ്ങളും, പ്രവാചകന്മാരുടെ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ആയതുകൊണ്ട് ഇവർ രണ്ടുപേരെയും മദീനയിലേക്ക് അയച്ചിട്ട് അവരുമായി സംസാരിക്കാൻ വേണ്ടി. ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ എന്ന് അവകാശപ്പെടുന്ന ഒരാൾ വന്നിട്ടുണ്ട്. മുഹമ്മദ് എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ ഇന്നതൊക്കെയാണ്, അദ്ദേഹം ഇന്നതൊക്കെ പറയുന്നുണ്ട് എന്നുള്ള വിവരം അവരോട് പറയാൻ വേണ്ടി ഇവരെ അയക്കുകയാണ്. അത് അനുസരിച്ച് നദർ ഇബ്നു ഹാരിസും മുഹ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്തും മദീനയിലെത്തി ജൂത പുരോഹിതന്മാരെ കണ്ടു. അവർ കാര്യങ്ങളൊക്കെ ഖുറൈശികൾ ഇവരെപ്പോട് പറഞ്ഞയച്ച മാതിരിയുള്ള കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അപ്പോൾ ജൂത പുരോഹിതന്മാർ ഇവിടെ പറഞ്ഞത് 3 കാര്യങ്ങൾ നിങ്ങൾ മുഹമ്മദിനോട് ചോദിക്കണം. അതിന് മറുപടി പറയുകയാണെങ്കിൽ അദ്ദേഹം പ്രവാചകൻ തന്നെ, ഇല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഫേക്കാണ് എന്നുള്ള വിവരം ഇവർ ജൂത പുരോഹിതന്മാർ ഇവരോട് പറഞ്ഞു. അതനുസരിച്ച് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, ഒന്ന്, കുറച്ച് ഏതാനും യുവാക്കള് വളരെ മുമ്പ് ഉള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറച്ച് യുവാക്കള് നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. അവർ നാട്ടിൽ നിന്ന് പോവുകയാണ്. അങ്ങനെ പോയി അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്ചര്യകരമായ ഒരു വാർത്തയുണ്ട്. അതെന്താണ്? ചോദ്യം ഒന്നാണ്. രണ്ടാമത്തെ ചോദ്യം, ലോകത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള അറ്റം വരെയുള്ള പ്രദേശങ്ങളെ കീഴടക്കി സഞ്ചരിച്ചുകൊണ്ട് കീഴടക്കിയ ഒരാളുണ്ട്, ഒരു പുരുഷനുണ്ട്. അദ്ദേഹം ആരാണ്? മൂന്നാമതായുള്ള ചോദ്യം, റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെ 3 ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കണം. മറുപടി അദ്ദേഹം തരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു യഥാർത്ഥ പ്രവാചകനാണ്, അല്ലെങ്കിൽ പ്രവാചകനല്ല എന്നുള്ള കാര്യം ഈ ജൂത പുരോഹിതന്മാർ ഇവരോട് ധരിപ്പിക്കുകയും അതനുസരിച്ച് അവർ ഖുറൈശികളോട് വന്ന് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഉടനെ ഖുറൈശികൾ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു, ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാളെ നിങ്ങളോട് മറുപടി പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ 10-15 കഴിഞ്ഞു. ഒന്നും പറയാൻ റസൂലിന് കഴിഞ്ഞില്ല. കാരണം വഹിയില്ലാതെ സംസാരിക്കുള്ളൂ റസൂൽ. വഹി മുഖേന മാത്രമേ റസൂലിന് പറയാൻ കഴിയുള്ളൂ. അതനുസരിച്ച് റസൂൽ 15 ദിവസം കഴിഞ്ഞ് പറയാമെന്ന് പറഞ്ഞു. നാളെ പറയാമെന്ന് പറഞ്ഞു. ഈ നാളെ എന്ന് പറഞ്ഞത് 15 ദിവസം വരെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഖുറൈശികളെ തിക്കും തിരക്ക് കൂട്ടാൻ തുടങ്ങി.
പല ജാതി സംസാരങ്ങളും തുടങ്ങിയവർ. ഇത് റസൂലിന് വലിയ വേദനയായി, റസൂലിന് വലിയ വിഷമമുണ്ടായി ഇവരങ്ങനെ പറയാൻ തുടങ്ങിയപ്പോൾ. അങ്ങനെ പിന്നെ വഹി ഇറങ്ങി റസൂലിന്. പിന്നെ വഹി ഇറങ്ങി. ആ വഹിയിൽ റസൂലിനെ കുറച്ച് ആക്ഷേപിക്കുന്ന ഇതുണ്ട്. ഇങ്ങനെ വിഷമിച്ചതിന് കുറച്ച് ആക്ഷേപിക്കുന്ന ഒരു രീതിയുണ്ട്. അതോടൊപ്പം തന്നെ ഇവർ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ മറുപടിയുള്ള സൂറത്ത് അൽ കഹ്ഫ് ഈ സൂറത്ത് അവതരിച്ചു. ഇതിൽ ഇവർ ചോദിച്ച എല്ലാ കാര്യങ്ങൾക്കും മറുപടിയുണ്ട്. ഇതാണ് ഈ സൂറത്ത് ഇറങ്ങാനുള്ള പശ്ചാത്തലം. പിന്നെ ഈ സൂറത്ത് അൽഹംദുലില്ലാഹ് എന്ന വാചകം കൊണ്ടാണ് തുടങ്ങുന്നത്. എല്ലാ സ്തുതിയും അല്ലാഹുവിനാണ് എന്ന് പറഞ്ഞിട്ട്. ഇതേപോലെയുള്ള 5 സൂറത്തുകൾ ഖുർആനിലുണ്ട്. സൂറത്ത് അൽ ഫാത്തിഹ, സൂറത്ത് അൽ കഹ്ഫ്, സൂറത്ത് സബ, സൂറത്ത് ഫാത്തിർ, സൂറത്ത് അൻആം. ഇങ്ങനെ 5 സൂറത്തുകളിലും അൽഹംദുലില്ലാഹ് എന്ന വാക്കുകൊണ്ടാണ്, വാചകം കൊണ്ടാണ് ആയത്തുകൾ തുടങ്ങുന്നത്, അല്ലെങ്കിൽ സൂറത്ത് ആരംഭിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സൂറത്തിൻ്റെ അർത്ഥവും ആശയവും, ഓരോ ആയത്തിൻ്റെയും അർത്ഥവും ആശയവും മുമ്പത്തെ പോലെ തന്നെ നമ്മൾ ആരംഭിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജഅൽ ലഹു ഇവജാ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ മിൻ ലദുൻഹു ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا حسنا ماكثين فيه أبدا. 3 ആയത്തുകളാണ് ഇപ്പോൾ ഞാൻ ഓതിയത്. ആദ്യത്തെ ആയത്തിന്റെ അർത്ഥം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദു, സർവസ്തുതിയും ലില്ലാഹി, അല്ലാഹുവിനാണ്. അല്ലദീ, എങ്ങനെയുള്ള അല്ലാഹു, അൻസലാവൻ ഇറക്കിയിരിക്കുന്നു അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നു, അലാ അബ്ദിഹി അവന്റെ അടിമയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അൽ കിതാബ ഖുർആനിനെ അബ്ദായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ച അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഇനി ഖുർആനെ പറ്റി പറഞ്ഞു. ഇപ്പൊ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിന് സർവസ്തുതിയും എന്ന് പറഞ്ഞു. ഇനി ഖുർആനെ പറ്റി പറഞ്ഞു. വലം യജഅൽ ലഹു, ഖുർആനിൽ അവൻ ആക്കിയിട്ടില്ല ഇവജൻ, ഒരു വളവോ തിരിവോ. ഒരു അവ്യക്തമായ ഒരു കാര്യം അതിൻ്റെ വാക്കുകൾക്കോ അതിൻ്റെ മീനിങ് അർത്ഥത്തിനോ എന്തെങ്കിലും ഒരു കുറവോ അല്ലെങ്കിൽ വൈരുദ്ധ്യമോ ഇല്ലാത്ത നിലയ്ക്ക് ഒരു കൺഫ്യൂഷനുള്ള, അതല്ലെങ്കിൽ ഒരു വളവ് തിരിവുള്ള ഒരു കാര്യം അതിലില്ല എന്നർത്ഥം. വലം യജഅൽ ലഹു ഇവജൻ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ. അപ്പോൾ ആദ്യത്തെ ആയത്തിന്റെ മീനിങ്ങും അവിടെ പറഞ്ഞു. രണ്ടാമത്തെ ആയത്ത് ഖയ്യിമൻ, അത് തന്നെ മുസ്തഖീമായ വഴി, മുസ്തഖീമായ നിലയിൽ, വളരെ മുസ്തഖീമായ നിലയ്ക്കാണ് അള്ളാഹു അതിനിറക്കിയിട്ടുള്ളത്. യാതൊരു ഇഖ്തിലാഫുമില്ലാതെ, വൈരുദ്ധ്യമില്ലാതെ, ഹക്കിൽ നിന്ന് പുറത്തു പോവാതെ എല്ലാം യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇറക്കിയിട്ടുള്ള ഖുർആനാണ്. ലിയുൻദിറ ബഅസൻ, എന്തിനു വേണ്ടി ഇറക്കി? ലിയുൻദിറ, അവൻ താക്കീത് ചെയ്യാൻ വേണ്ടി, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. ആരുടെ? അവിശ്വാസികളെ. ഖുർആൻ ഇറങ്ങുമ്പോൾ അതിൽ വിശ്വസിക്കാത്ത ആളുകളുണ്ടല്ലോ, അവരെ താക്കീത് ചെയ്യാൻ വേണ്ടി ബഅസൻ ശദീദൻ, ശക്തിയായ ശിക്ഷ വരാനിരിപ്പുണ്ട് എന്ന്. മില്ലദുൻഹു, അള്ളാഹുവിന്റെ പക്കൽ നിന്ന്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ശിക്ഷ, ഭീകരമായ ശിക്ഷ വരാനിരിപ്പുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് ഖുർആൻ ഇറക്കിയത്. മാത്രവുമല്ല ബശിറ, സന്തോഷമറിയിക്കാൻ വേണ്ടിയും അൽ മുഅ്മിനീന, സത്യവിശ്വാസികൾക്ക്,
ഖുർആനിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെ സന്തോഷം അറിയിക്കുക. അല്ലദീന എങ്ങനെയുള്ള മോമിനീങ്ങൾ യഅമലൂന അവര് പ്രവർത്തിക്കുന്നു അസ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതായ മോമിനീങ്ങള് ഖുർആൻ കൊണ്ട് വിശ്വസിച്ച മോമിനീങ്ങളെ സന്തോഷം അറിയിക്കാനും അവിശ്വാസികൾക്ക് ശക്തിയായ ശിക്ഷ വരാനിരിപ്പുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകാനും വേണ്ടിയാണ് ഖുർആനിനെ അല്ലാഹു തആല ഇറക്കിയത്. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് അർത്ഥം. എന്താണ് ബശ്റൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാത്തി എന്ന് പറഞ്ഞത്? സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ഖുർആൻ കൊണ്ട് വിശ്വസിക്കുകയും ചെയ്ത മുഅ്മിനീങ്ങൾക്ക് സന്തോഷം അറിയിക്കുക. എന്താണ് സന്തോഷം അറിയിക്കുന്നത്? അന്നലഹും തീർച്ചയായും അവർക്കുണ്ട് അജ്റൻ ഹസനൻ മെച്ചപ്പെട്ട പ്രതിഫലമുണ്ട്. അവർക്ക് മെച്ചപ്പെട്ട പ്രതിഫലമുണ്ട് എന്നാണ് സന്തോഷം അറിയിക്കുന്നത്. മെച്ചപ്പെട്ട പ്രതിഫലം എന്ന് പറഞ്ഞത് ഏതാ? സ്വർഗവും അതിലുള്ള നിയമത്തുകളും ഇതെല്ലാം അവർക്കുള്ളതാണ് എന്നുള്ള സന്തോഷം അറിയിക്കാൻ വേണ്ടി ആണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയത്. അന്നലഹും അജ്റൻ തീർച്ചയായും അവർക്കുണ്ട് അജ്റൻ ഹസനൻ മെച്ചപ്പെട്ട പ്രതിഫലം. അപ്പോൾ ആ മെച്ചപ്പെട്ട പ്രതിഫലം എന്ന് പറഞ്ഞത് അൽ ജന്ന വമാ ഫീഹാ മിനൻ നഈമിൽ മുഖീം തീരാത്ത ഒരിക്കലും അവസാനിക്കാത്ത അനുഗ്രഹങ്ങൾ നിറഞ്ഞ സ്വർഗമാണത്. ആ സ്വർഗം അവർക്കുണ്ട് എന്നർത്ഥം. ഇനി മൂന്നാമത്തെ ആയത്ത് മാക്കിസീന അവരെ താമസിക്കുന്ന വിധത്തിൽ ഫീഹി ആ സ്വർഗത്തിൽ അബദ എല്ലാ കാലവും എല്ലാ കാലത്തും അതിനൊരു അവസാനമില്ല, ഒരു അറ്റമില്ല. ആ നിലയിലാണ് അവർ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുക. അവിടെ മരണമില്ല, അവർക്കത് നഷ്ടപ്പെടുന്ന ഒരു സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു നിലപാടിലാണ് അവർ താമസിക്കുക. അവർ സ്വർഗത്തിൽ കഴിഞ്ഞുകൂടുക. ഈ ദുന്യാവിനെ പോലെ കുറെ കഴിഞ്ഞാൽ മരിച്ചു പോവുക എന്നുള്ള അതില്ല. പിന്നെ അവിടെ ഖിയാമത്ത് ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. വളരെ സുഖസുന്ദരമായി ആ നിഅമത്തുകളെല്ലാം ആസ്വദിച്ച് കാലാകാലം ഇങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോവാം. ഇതാണ് അവർക്കുള്ള പ്രതിഫലം. ആർക്ക്? മോമിനീങ്ങൾക്കുള്ള സന്തോഷം ഇതാണ്. സന്തോഷം അറിയിക്കുക എന്ന് പറഞ്ഞത് ഇതാണ്. മോമിനി ആയാൽ മാത്രം പോരാ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം. പിന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിശ്വാസികൾക്ക് ശക്തമായ ശിക്ഷ വരാനിരിപ്പുണ്ട് എന്നുള്ള താക്കീതും കൂടി ചെയ്യും. അപ്പൊ ഇതെല്ലാം പിന്നെ വേറൊരു നിലക്കുള്ള താക്കീതും കൂടി ഇവർക്കുണ്ട്. വയ്യുന്തിറല്ലദീന വയ്യുന്തിറ താക്കീത് ചെയ്യാൻ വേണ്ടിയും അല്ലദീന ഒരു കൂട്ടരെ. എങ്ങനെയുള്ള കൂട്ടരാണ് അവര്? അവർ പറഞ്ഞു ഇത്തഖദല്ലാഹു അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു വലദൻ സന്താനത്തെ. അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുണ്ടാക്കിയ ആളുകളെ അവരെ ഇൻകാർ ചെയ്യണം. അവരെ ഇൻകാർ ചെയ്യുന്ന അവർക്കും ശക്തിയായ ശിക്ഷ വരാനിരിപ്പുണ്ട് എന്നുള്ള കാര്യം. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇത്രയും മോശമായ കാര്യം പറഞ്ഞുണ്ടാക്കിയ ആ അവിശ്വാസികൾക്ക് അവർക്ക് വലിയ താക്കീതാണ് അള്ളാഹു ഇതിലൂടെ നൽകുന്നത്. വയുന്തിറല്ലദീന ഒരു വിഭാഗം ആളുകളെ താക്കീത് ചെയ്യാൻ വേണ്ടിയും ആണ്. അവർ പറഞ്ഞു ഇത്തഖദല്ലാഹു അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ഇത്തഖദ എന്ന് പറഞ്ഞാൽ സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു വലതൻ സന്താനത്തെ. അള്ളാഹുവിന് സന്താനമില്ല, അല്ലെങ്കിൽ കുടുംബമില്ല, ആരുമില്ല. അങ്ങനെയുള്ള അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്താണ് പറഞ്ഞുണ്ടാക്കിയത്. അപ്പോ അങ്ങനെ പറഞ്ഞത് വലിയൊരു വാക്കാണ്.
അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത് 5-ാമത്തെ ആയത്തിൽ, ഇപ്പം 4 ആയത്ത് കഴിഞ്ഞ് 5-ാമത്തെ ആയത്തിൽ പറയുന്നത് മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം കബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ. മാ ലഹും അവർക്കില്ല, ബിഹി ഇവർ ഇപ്പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറഞ്ഞ് അതിനെ സംബന്ധിച്ച് മിൻ ഇൽമിൻ ഒരു അറിവുമില്ല അവർക്ക്, വലാലിയാബായിയും അവരുടെ പൂർവികന്മാർക്കുമില്ല. പൂർവികന്മാർ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതിനെ അനുകരിച്ച് ഇവർ അതിനെ സ്വീകരിച്ച് പ്രവർത്തിക്കുക ചെയ്തത്, അല്ലാതെ ഇവർക്കും അറിയില്ല പൂർവികന്മാർക്കും അറിയില്ല. ഇതിനെ സംബന്ധിച്ച് ഒരറിവുമില്ല. അവരിങ്ങനെ മുമ്പുള്ളവർ പറഞ്ഞ് കേട്ട് അതനുസരിച്ച് ഇവരും പറയുന്നു അനുകരിച്ചിട്ട്, ഇത്രയേ ഉള്ളൂ. എന്നാൽ അവർ പറഞ്ഞത് വലിയ ഭീകരമായൊരു വാക്കാണ്. കബുറത്ത് വളരെ ഭീകരമായിരിക്കുന്നു. കലിമത്തൻ ഒരു വാക്ക്, തഖ്റുജു അതുണ്ടാവുന്നു, അത് പുറപ്പെടുന്നു, മിൻ അഫ്വാഹിയും അവരുടെ വായകളിൽ നിന്നും. വായ കൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, നാവ് കൊണ്ട്. ആ വായയിൽ നിന്ന് വരുന്ന വാക്കുകൾ വളരെ മോശം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കബുറത്ത് ഭീകരമായിരിക്കുന്നു, കലിമത്തൻ വാക്കിനാൽ, തഖ്റുജു മിൻ അഫ്വാഹിയും ആ വാക്ക് പുറത്തു വരുന്നത് മിൻ അഫ്വാഹിയും അവരുടെ വായിൽ കൂടിയാണ്. അപ്പോൾ അത് വളരെ ഭീകരമായ വാക്കാണ്. അവരുടെ ഈ മോശമായ ഈ വാക്കുകൾ വളരെ കുഴപ്പം പിടിച്ചത് തന്നെയാണ്. ഈ യഖൂലൂന ഇവർ പറയുന്നില്ല ഇല്ല കദിബ, വിഡ്ഢിത്തമല്ലാതെ അല്ലെങ്കിൽ കളവല്ലാതെ ഒന്നും ഇവർ പറയണില്ല. ഇവർ പറയുന്നത് തന്നെ വിഡ്ഢിത്തവും കളവുമാണ്. അവർക്ക് ഇതിൽ സംബന്ധിച്ചൊരു വിവരമില്ല. എന്തെങ്കിലും കെട്ടിയുണ്ടാക്കി പറയാ എന്നതിൽ കവിഞ്ഞ് ഒന്നും ഇതിന് ഒരു കാര്യത്തിൽപ്പെട്ട ഒന്നുമല്ല ഇത്. ഇവരോരോന്നും ഇങ്ങനെ കെട്ടിയുണ്ടാക്കി പറയുക, അതിനെ സംബന്ധിച്ച് അവർക്ക് വിവരമില്ല, അവരുടെ പൂർവികന്മാർക്കും വിവരമില്ല. മാലഹും ബിഹി മിന്നൽ മിൻ അവർക്ക് വിവരമില്ല, വലാലി അപായം അവരുടെ പൂർവികന്മാർക്കും വിവരമില്ല. കബുറത്ത് ഭീകരമായിരിക്കുന്നു, കലിമത്തൻ വാക്ക്, തഖ്റുജു മിൻ അഫ്വാഹിയും അവരുടെ വായയിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക്. ഈ യഖൂലൂന അവർ പറയുന്നില്ല ഇല്ല കദിബ, വിഡ്ഢിത്തവും കളവും അല്ലാതെ ഒന്നും അവർ പറയുന്നില്ല. ഈ പറയുന്നതൊക്കെ വിഡ്ഢിത്തമാണ്, കളവുമാണ്. അപ്പോൾ ഇങ്ങനെ 5 ആയത്തുകളാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ 6-ാമത്തെ ആയത്ത് മുതൽ എടുക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.